അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. എന്തെല്ലാവരും വിശേഷം? റാഹത്തല്ലേ? സുഖം തന്നെയല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സകലമായ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും പ്രതിസന്ധികൾക്കുമൊക്കെ പൂർണ്ണമായിട്ടുള്ള സൊല്യൂഷൻ നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാം അവനിൽ നിന്നാണ് എന്നുള്ള വിശ്വാസം പടച്ച റബ്ബ് നമുക്ക് നൽകട്ടെ. അവനിലെല്ലാം ഏൽപ്പിക്കാനുള്ള ഈമാൻ നമുക്ക് നൽകട്ടെ. അവൻ്റെ സത്യവിശ്വാസികളിൽ മുഅ്മിനീങ്ങളിൽ പടച്ചവന് നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അൽഹംദുലില്ലാ. പുണ്യ റബീഅ മാസം നമ്മിലേക്ക് സമാഗതമായി കൊണ്ടിരിക്കുകയാണല്ലേ. വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് ഇനിയുള്ളത്. അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പുണ്യ ജന്മത്തിന് സാക്ഷ്യം വഹിച്ച പുണ്യമാസം നമ്മിലേക്ക് സമാഗതമാകാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ മേൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലാൻ, ധാരാളം മദ്ഹുകൾ ഓതാൻ, പാരായണം ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരത്ഭുത സൂറത്താണ്. സൂറത്ത് നമുക്കെല്ലാവർക്കും പരിചയമുള്ള, നമുക്കെല്ലാവർക്കും ഹിഫ്ളുള്ള, മനഃപ്പാടമുള്ള ഒരു സൂറത്തൂടെയാണ്. ഈ സൂറത്ത് മനസ്സറിഞ്ഞിട്ട് നമ്മൾ ചൊല്ലാൻ തയ്യാറാണെങ്കിൽ, നമ്മുടെ ലൈഫിൽ പതിവാക്കാൻ നമ്മൾ റെഡിയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് എല്ലാ തരത്തിലുള്ള ഗുണങ്ങളും എല്ലാ തരത്തിലുള്ള ഫലങ്ങളും പടച്ച റബ്ബ് നമുക്ക് തരും എന്നുള്ളത് അത് ഷുവറാണ്. നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരം ഇതിലൂടെ ലഭിക്കും എന്നുള്ളത് മസ്റ്റാണ്. നമ്മുടെ എല്ലാ കടങ്ങളിൽ നിന്നുള്ള സുരക്ഷയും പടച്ച റബ്ബ് നമുക്ക് ഉറപ്പ് വരുത്തും എന്നുള്ളത് അത് ഉറപ്പാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും ബുദ്ധിമുട്ടുകൾക്കുമുള്ള പരിഹാരം ഈ ഒരു സൂറത്തിലുണ്ട് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? എന്താണെങ്കിലും സൂറത്ത് ഞാൻ പറഞ്ഞുതരാം. സൂറത്തുൽ ഇൻഷിറാഹ് അറിയാത്തവരുണ്ടാവില്ലല്ലോ. അലം നശ്റഹ് എന്ന് തുടങ്ങുന്ന സൂറത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സദ്റക് വവളഅനാ അൻക വിസ്റക് അല്ലദീ അൻഖള ളഹ്റക് വറഫഅനാ ലക ദിക്റക് ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ ഫഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. ഇതാണ് സൂറത്തുൽ ഇൻഷിറാഹ് എന്നുള്ളതല്ലേ. ഇത് നമ്മൾ മനസ്സറിഞ്ഞിട്ട് ഈ പറയുന്ന രീതിയിൽ ചൊല്ലുകയാണെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ലഭിക്കും. എങ്ങനെയെന്നല്ലേ? 5 വഖ്ത് ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഈ സൂറത്ത് പതിവാക്കുക എന്നുള്ളതാണ്. ളുഹർ നിസ്കരിച്ചാൽ ഈ സൂറത്ത് പാരായണം ചെയ്യുക, അസർ നിസ്കരിച്ചാലും ചൊല്ലുക, മഗ്‌രിബിക്ക് ശേഷം, ഇശാക്ക് ശേഷം, സുബഹിക്ക് ശേഷം ഒക്കെ ഓരോ പ്രാവശ്യമെങ്കിലും നമ്മൾ ഈ സൂറത്ത് പതിവാക്കുകയാണെങ്കിൽ, ചൊല്ലാനുള്ള മനസ്സ് നമുക്കുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും എളുപ്പമാവുകയും മനസ്സംഘർഷങ്ങളിൽ നിന്ന്, മാനസിക പ്രയാസങ്ങളിൽ നിന്ന് പടച്ച റബ്ബ് നമുക്ക് പൂർണ്ണമായിട്ടും പ്രൊട്ടക്ഷൻ നൽകുകയും അതുപോലെ അപ്രതീക്ഷിത മാർഗത്തിലൂടെ നമ്മുടെ ജീവിതോപാധി പടച്ചവൻ എളുപ്പമാക്കി തരികയും ചെയ്യും എന്നുള്ളതാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കും. നമ്മളതിനെ ആകെ സർപ്രൈസ്ഡ് ആവും. ആകെ അത്ഭുതപ്പെട്ടു പോകും. പടച്ചവൻ ഇതിപ്പോൾ എങ്ങനെയാണ് നടന്നത്? ഞാൻ ഒരിക്കലും നടക്കൂല എന്ന് കരുതിയ കാര്യമാണല്ലോ, ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത കാര്യമാണല്ലോ, പടച്ചവൻ എങ്ങനെ ഇത് എന്ന രീതിയിൽ നമ്മൾ ആകെ സർപ്രൈസ്ഡ് ആവും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ജസ്റ്റ് ഇത് ഒരു പ്രാവശ്യമെങ്കിലും 5 വഖ്ത് ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം പതിവാക്കാനുള്ള ഒരു മനസ്സുണ്ടായാൽ മതി എന്നുള്ളതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്താണെങ്കിലും അമല് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.